ബേസിക് സയൻസ് സ്റ്റാൻഡേർഡ് 7 യൂണിറ്റ് 7 ഹ്യൂമൻ ബോഡി ഓഫ് വണ്ടർ. ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡ് സർക്കുലേഷൻ, ദെൻ എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഡ്രിപ്പ് ചെയ്യും അല്ലേ. ഗ്ലൂക്കോസിൻ്റെ കൂടെ മെഡിസിനൊക്കെ ഡ്രിപ്പായിട്ട് തരും. അതിന് കാരണം ബ്ലഡാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പെട്ടെന്ന് എത്തിച്ചേരുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ബ്ലഡ് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡിലൂടെ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗ്ലൂക്കോസും ഇതിൻ്റെ കൂടെ ഡ്രിപ്പ് മെഡിസിനായിട്ടൊക്കെ കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റമാണ് അവിടെ പഠിക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം 3 പാർട്ടാണതിന് അല്ലേ. ഒന്ന് ബ്ലഡ്, ഹാർട്ട്, ബ്ലഡ് വെസൽസ്. ഇത് 3 കൂടി കൂടിയതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹ്യൂമൻ ബ്ലഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹ്യൂമൻ ബ്ലഡ് റെഡ് കളറാണ് അല്ലേ. അതിന് കാരണം അതിലെ പിഗ്മെൻറ്റ്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളറ് കൊടുക്കുന്നത്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആൻഡ് അയൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ ആൻഡ് അയൺ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ബ്ലഡ് ഉണ്ടാവണമെങ്കിൽ, നല്ല ഹീമോഗ്ലോബിൻ കിട്ടണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് അതുപോലെ അയൺ റിച്ചുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്സിൽ നല്ല അയൺ ഉണ്ട് കേട്ടോ. എഗ്ഗിൽ നല്ല പ്രോട്ടീൻ ഉണ്ട്. മുരിങ്ങ ലീവ്സിന് അയൺ ഉണ്ട്. അപ്പോൾ ഡേറ്റ്സും എഗ്ഗ്, മുരിങ്ങ ലീവ്സ് ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും അയണൊക്കെ കിട്ടും. ഓക്കെ, നമ്മളെ ബ്ലഡിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ നമ്മൾ പഠിച്ചതാണ്. 3 ബ്ലഡ് സെൽസാണ് നമുക്കുള്ളത്. WBC, RBC, പ്ലേറ്റ്ലെറ്റ് അല്ലേ. ഇത് മൂവ് ചെയ്യുന്ന ലിക്വിഡ് പാർട്ടാണ് പ്ലാസ്മ. അതിന് പെയിൽ യെല്ലോ കളറാണ്. ഗ്ലൂക്കോസ് സെല്ലിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് പ്ലാസ്മ. ഓരോ സെല്ലിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബ്ലഡ് വെസൽസാണ്. ബ്ലഡ് ഫ്ലോ ചെയ്യാൻ ബ്ലഡ് വെസൽസ് ഉണ്ട്. ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലാരീസ്. ഈ 3 നമ്മളെ ബ്ലഡ് വെസൽസ്. ആർട്ടറീസ് മീൻസ് ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ബോഡി. ഹാർട്ടിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് പുറത്തേക്ക് പോകുന്ന റെഡ് കളറിലുള്ള ബ്ലഡ് വെസൽസാണ്. അത് നമ്മൾ പ്യുവർ ബ്ലഡ് എന്നാണ് പറയുക. അത് പ്യുവർ എന്ന് പറയാൻ കാരണം അതിൽ ഓക്സിജൻ കൂടുതൽ, ഓക്സിജൻ റിച്ച് ബ്ലഡിനാണ് നമ്മൾ പ്യുവറായിട്ടുള്ള ബ്ലഡ് എന്ന് പറയും കേട്ടോ. നമ്മുടെ ബോഡിയിലൊക്കെ ഏകദേശം ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലൂ കളറിൽ കാണുന്ന ബ്ലഡ് വെസൽസാണ് വെയിൻസ്. അതിൽ ഇംപ്യുവർ ആയിട്ടുള്ള ബ്ലഡാണ്. ഇംപ്യുവർ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ്, ഓക്സിജൻ കുറവും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡിനാണ് നമ്മൾ ഇംപ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് നമ്മുടെ ശരീരത്തിൽ നിന്നും ബോഡി പാർട്ടിൽ നിന്നും ഹാർട്ടിലേക്ക് തിരിച്ച് ബ്ലഡ് എത്തിക്കുന്ന ബ്ലഡ് വെസൽസാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ആർട്ടറിയും വെയിനും തമ്മിൽ സ്മാൾ ബ്ലഡ് വെസൽസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് കാപ്പിലാരീസ്. ഓക്കെ, അപ്പോൾ 3 ബ്ലഡ് വെസൽസിനെ കുറിച്ചും നന്നായിട്ട് പഠിക്കണം കേട്ടോ. അത് പിന്നെ ഹാർട്ടാണ്. ഹ്യൂമൻ ഹാർട്ടിൻ്റെ നമ്മുടെ ഒരു ഫിസ്റ്റ് അല്ലേ, നമ്മുടെ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്, നമ്മുടെ കൈയൊക്കെ ചുരുട്ടി പിടിച്ച അത്രയായിരിക്കും നമ്മുടെ ഹാർട്ടിൻ്റെ സൈസ് ഉണ്ടാവും. പിന്നെ അതിന് നമ്മൾ പഠിച്ചു ഡബിൾ ലെയർ ഉണ്ട്. ഹാർട്ട് കവേർഡ് ബൈ എ ഡബിൾ ലെയർ മെംബ്രെയിൻ. അതിൻ്റെ പേര് പെരികാർഡിയം എന്ന് പറയുന്ന ലെയർ കൊണ്ട് നമ്മൾ ഹാർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന് 4 ചേംബറുകളാണ്, 4 അറകളാണുള്ളത് അല്ലേ. പല ജീവികൾക്കും
ചേംബറുകൾ വ്യത്യാസമുണ്ട്. പിക്ചർ നോക്കി മനസ്സിലാക്കുക അല്ലേ. എർത്ത് വേമിന് 5 പെയർ ഓഫ് ലാറ്ററൽ ഹാർട്ട്സ് ഉണ്ട്. കോക്രോച്ചിന് 13 ചേംബറാണ് ഹാർട്ടിനുള്ളത്. 2 ചേമ്പേഴ്സാണ് ഫിഷിന്. ഫ്രോഗിന് 3 ചേംബർ. ഹെന്നിന് നമ്മളെ പോലെ 4 ചേംബറാണുള്ളത്. ഹാർട്ട് ബീറ്റും പൾസും. ഹാർട്ട് കോൺട്രാക്ട് റിലാക്സ്, അതാണ് ഒരു ഹാർട്ട് ബീറ്റ്. നോർമൽ വാല്യൂ 72 ആണ്. ഓക്കെ, അപ്പോൾ ഹാർട്ട് ബീറ്റും പൾസും സെയിം ആയിരിക്കും. 72 ആണ് നോർമൽ. മോസ്റ്റ്ലി അത് 68, 65 അങ്ങനെ 72, 75, 80 വരെയൊക്കെ അങ്ങനെ വരും. വാരി ചെയ്യും. എല്ലാ സമയത്തും ഒരേ പോലെ അല്ല കിട്ടുക. അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റൊക്കെ കൂടും. നമ്മൾ കളിക്കൊക്കെ ആണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പൾസ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. റിസ്റ്റിൽ കിട്ടും, നെക്കിൽ കിട്ടും, നീലൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് അല്ലേ, നമ്മൾ ആർട്ടറി നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പൾസ് ഫീൽ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് സ്റ്റെതസ്കോപ്പാണ് അല്ലേ. റെനാലനക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ് കണ്ടെത്തിയിട്ട്. നമുക്കൊരു സ്റ്റെതസ്കോപ്പിൻ്റെ മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡിയാക് വെൽനെസ്, ഹാർട്ടിൻ്റെ ഹെൽത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ എന്താണ്? ഫാറ്റി ഫുഡ്, ഫാറ്റ് കൂടുതലുള്ള ഫുഡ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന ഡിസീസസ്, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ അല്ലെ, ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുക. ദെൻ സ്മോക്കിങ്, ഡ്രിങ്കിങ്, ലിക്കർ, ഇത് രണ്ടും നമ്മുടെ ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെഗുലർ എക്സസൈസാണ്. നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ടിന് നല്ല ഹെൽത്ത് കിട്ടും കേട്ടോ. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കൈയൊക്കെ മുറിവായിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഫ്രഷ് വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ പ്രസ് ചെയ്യുക അല്ലേ, കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ബ്ലഡിൻ്റെ ഫ്ലോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ ബ്ലഡ് ഫ്ലോ നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നല്ല ക്ലീനായ ക്ലോത്ത് കൊണ്ട് അല്ലെങ്കിൽ നല്ല ബാൻഡേജൊക്കെ ഉപയോഗിച്ചിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലേ. എന്നിട്ടും ബ്ലഡ് സ്റ്റോപ്പ് ആവുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗോ ടു ദ ഹോസ്പിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കുക. ഇനി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ, ഹാർട്ടിന് സിവിയറായിട്ട് ഹാർട്ട് തീരെ ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ ബ്രെയിൻ ഡെത്തൊക്കെ ആയിട്ടുള്ളവരുടെ ഹാർട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് എന്ന് പറയുന്ന ഡോക്ടറാണ് ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സയൻറ്റിസ്റ്റ് അല്ലേ, ഡോക്ടർ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ബ്ലഡ് ഡൊണേഷൻ ഇസ് എ നോബിൾ ആക്റ്റാണ്. 18 years ആൻഡ് എബോവ് ഉള്ളവർക്ക് നമ്മുടെ ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ബ്ലഡ് പല ഗ്രൂപ്പുകളുണ്ട് അല്ലേ. എ ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പ്ലസ് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് അല്ലേ. A പോസിറ്റീവ് ഉണ്ട്, B പോസിറ്റീവ് ഉണ്ട്, AB പോസിറ്റീവ് ഉണ്ട്, O പോസിറ്റീവ് ഉണ്ട്. അതുപോലെ അതിൻ്റെ നെഗറ്റീവ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ സെയിം ബ്ലഡ് ആയിരിക്കണം. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് സെയിം ആയിരിക്കണം അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതുവരെയാണ് നമുക്ക് സെക്കൻഡ് ടേം എക്സാമിന് ഉള്ള പോർഷൻസ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസാണ്. അപ്പോൾ ഒന്ന് പഠിക്കുക. ഓക്കെ.